ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വർഷം നടന്ന RRB NTPC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള വേൾഡ് ഫാക്റ്റുകളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം തോന്നാം, എന്താണപ്പോൾ ഈ വേൾഡ് ഫാക്ട്, ഞങ്ങൾ സിലബസിലൊന്നും കേട്ടിട്ടില്ലല്ലോ എന്നുള്ളത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു സിലബസ് ആയിട്ട് ഇരുന്ന് കൃത്യമായിട്ട് പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക് ഒന്നുമല്ല. ഞാൻ ബാക്കി എല്ലാ ടോപ്പിക്കും നിങ്ങൾ അങ്ങനെ തന്നെ സിലബസ് പഠിക്കണം, എന്നിട്ട് വേണം PYQ ചെയ്യാമെന്നാണ് ഞാൻ പറയാം. പക്ഷേ ഈ ഒരു വേൾഡ് ഫാക്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് രാജ്യങ്ങളെ പറ്റി, അവിടുത്തെ പ്രാധാന്യത്തെ പറ്റി, ഓരോരോ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ഒന്നും ഇരുന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. കാരണം ലോകം വളരെ വലുതാണ്, ലോകത്തിലെ കാര്യങ്ങളും വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം ഇതിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്കിതിൽ ചെയ്യാൻ പറ്റുക. ഈ വേൾഡ് ഫാക്റ്റിൽ വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ കുറച്ചൊക്കെ എന്താ പറയുക, നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ലോക വിവരം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വരാറുള്ളത്. പക്ഷേ അത് മാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ചെറിയൊരു പേഴ്സൻറ്റേജ് ഒരു 10% ചോദ്യം അല്ലെങ്കിൽ ഒരു 20% ചോദ്യമൊക്കെ നല്ല ടഫായിട്ടുള്ള ചോദ്യം വരാറുണ്ട്. ആ ചോദ്യം ടഫായിട്ട് വന്നതുകൊണ്ട് നിങ്ങൾ അയ്യോ ഇനിയിപ്പോൾ ഞാൻ എവിടെ നിന്ന് പഠിക്കും, എങ്ങനെ പഠിക്കുന്നതെന്ന് എടുത്ത് ആദ്യം പിടിക്കരുത്. അത്രയും ടഫായിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ആ ചോദ്യം എല്ലാവർക്കും ടഫാണ്. അപ്പോൾ ആ ചോദ്യം കണ്ടു, അത് വായിച്ച സമയം പോയി നേരെ എന്ത് ചെയ്യുക, അടുത്ത ചോദ്യത്തിലോട്ട് പോവുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ പറയുന്ന വേൾഡ് ഫാക്ട്സിന് വേണ്ടി എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പിടിക്കേണ്ടുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതുമായി വിയോജിക്കുന്നവരുണ്ടാവാം, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്ന ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇന്ത്യ ഫാക്ട്സ് പഠിക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേൾഡ് ഫാക്റ്റുകൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ RRB NTPC നടന്നപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള വേൾഡ് ഫാക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയയും കിട്ടും, എന്താണ് ഈ വേൾഡ് ഫാക്ട്, എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നേക്കുന്നുള്ള ഒരു ഐഡിയയും കിട്ടും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ഓരോ ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുള്ളതാണ്, കഴിഞ്ഞ RRB NTPC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഇന്നാ പിടിച്ചോ ആദ്യത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് ഗ്ലോബൽ കോമൺസ്? ഗ്ലോബൽ കോമൺസിൻ്റെ ഭാഗമായിട്ടുള്ള താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യ ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്, അന്റാർട്ടിക്ക ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. ഇതിൽ ഏതാണ് ഗ്ലോബൽ കോമൺസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തറിയണം, എന്താണ് ഗ്ലോബൽ കോമൺസ് എന്നുള്ളത് അറിയണം. ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ അറിയാത്തവന് പോലും എന്ത് ചെയ്യാൻ പറ്റുമോ, ഗ്ലോബൽ കോമൺസ് കോമൺ ആയിട്ടുള്ള ഒരു സാധനം, അപ്പോൾ അന്റാർട്ടിക്ക ആണെന്ന് പറയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ആൻസർ പറയാൻ പറ്റുന്നതാണ് പല ചോദ്യങ്ങളും എന്ത് ചെയ്തത് ഞാൻ പറഞ്ഞത്. കാരണം ഇതിപ്പോൾ ഒരു ഓഡ് ഓൺ ഔട്ടായിട്ട് തന്നെ തന്നെ ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ. നമുക്കറിയാം അന്റാർട്ടിക്ക അവിടെ എന്താവുന്നില്ല, സ്യൂട്ട് ആവുന്നില്ല. ഇനി കൃത്യമായിട്ട് മനസ്സിലായിട്ട് ഇതിന് ഉത്തരം പറയാനാണെങ്കിൽ, ഗ്ലോബൽ കോമൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെയും അധികാര പരിധിയിലോ അല്ലെങ്കിൽ അവരുടെ അണ്ടറിലോ വരാത്ത സ്ഥലങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഔട്ടർ സ്പേസ്, നമ്മുടെ ബഹിരാകാശം ഒരു രാജ്യത്തിനെയും സ്വന്തമല്ല അല്ലേ, നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്, അവിടെ സ്പേസ് സ്റ്റേഷൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷം, അത് ആരുടെയല്ല, ആരുടെയും സ്വന്തമായിട്ടുള്ളതല്ല. അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ കോമൺ സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ഓരോരോ രാജ്യത്തിനും അവിടെ പോയി ബേസ് സ്റ്റേഷൻ സ്ഥാപിക്കാന്നല്ലാതെ അന്റാർട്ടിക്കയുടെ മേലെ ഉടമസ്ഥാവകാശം പറയാനോ ഞങ്ങളുടെ ജുറിസ്ഡിക്ഷനിലാണ് അത് വരുന്നത് എന്ന് പറയാനോ എന്ത് പറ്റില്ല, പോസിബിൾ അല്ല. അതെല്ലാവരും ഒരുപോലെ ഷെയർ ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നത്. സോ ആ കൂട്ടത്തിൽ പെടുന്നത് ആര് മാത്രമേ ഉള്ളൂ, അന്റാർട്ടിക്ക മാത്രമേ ഉള്ളൂ. ഇനി അന്റാർട്ടിക്കയെ പറ്റി പറയുമ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള 1-2 ചോദ്യങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ. അന്റാർട്ടിക്കയിൽ ഞാൻ പറഞ്ഞു, ഓരോരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള റിസർച്ച് സ്റ്റേഷനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സ്ഥാപിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതിൽ ആദ്യം ഇന്ത്യ സ്ഥാപിക്കുന്ന റിസർച്ച് സ്റ്റേഷനാണ് ഏതെന്ന് പറയുന്നത്, ദക്ഷിണ ഗംഗോത്രി എന്ന് പറയുന്നത്. വെരി ഗുഡ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദക്ഷിണ ഗംഗോത്രി എവിടെ സ്ഥാപിച്ചതാണ്, അല്ലെങ്കിൽ ദക്ഷിണ ഗംഗോത്രി എവിടെയാണ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യത്തെ റിസർച്ച് സ്റ്റേഷൻ ഏതാണ് എന്നൊക്കെ ചോദിച്ച് എന്ത് ചെയ്യാറുണ്ട്, പലവട്ടം ചോദിക്കാറുണ്ട്. 1983 ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ച വർഷം അന്റാർട്ടിക്കയിൽ നമ്മൾ സ്ഥാപിച്ച റിസർച്ച് സ്റ്റേഷനാണ് ഇതെന്ന് പറയുന്നത്, ദക്ഷിണ ഗംഗോത്രി എന്ന് പറയുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിപ്പോൾ വർക്കിംഗ് അല്ല. എന്തായാലും 2-3 നമ്മൾ വീണ്ടും അവിടെ റിസർച്ച് സ്റ്റേഷൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തതിൻ്റെ പേരാണ് മൈത്രി എന്ന് പറയുന്നത്. മൈത്രി എന്ന് പറയുന്നത് അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച 2ാമത്തെ റിസർച്ച് സ്റ്റേഷനാണ്. ആൻഡ് അത് 1989 സ്ഥാപിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഭാരതി എപ്പോഴാണ് സ്ഥാപിക്കുന്നത്, 2015 സ്ഥാപിക്കുന്നത്. മക്കളെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ റിസർച്ച് സ്റ്റേഷൻസ് ആണ് ഞാനിവിടെ പറഞ്ഞത്. 1ാമൻ ദക്ഷിണ ഗംഗോത്രി, 2ാമൻ മൈത്രി, 3ാമൻ ഭാരതി എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. പിന്നെ ഇനിയിപ്പോൾ വേൾഡ് ഫാക്ട്സ് പറയുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം കൂടെ ഞാൻ വേണേൽ ഓർമ്മിപ്പിക്കാം. ഏഷ്യ ആണ് എന്തെന്ന് പറയുന്നത്,
ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ലാർജസ്റ്റ്, അതുപോലെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഏതാണ്? സ്മോളസ്റ്റ് ആണ് അല്ലെ. സ്മോളസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ആഫ്രിക്ക ഇരുണ്ട ഭൂഖണ്ഡം, ഡാർക്ക് കോണ്ടിനെന്റ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഗ്ലോബൽ കോമൺസ് എന്താണെന്ന് മനസ്സിലായി. ആ ഓപ്ഷനിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്നും എന്ത് ചെയ്തു? നമുക്ക് മനസ്സിലായി. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. ഇന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ദ ഓസോൺ ഹോൾ ഈസ് ഫോംഡ് എവറി ഇയർ ഇൻ സ്പ്രിംഗ് ടൈം ഓവർ. ഏത് ഭാഗത്തായിട്ടാണ് എല്ലാ വർഷവും ഓസോൺ ഹോൾ എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഈ ഓസോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് അല്ലേ. നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നമുക്ക് ആവശ്യമില്ലാത്ത റേസ് ഒന്നും കടത്തി വിടാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയർ ആണ് ഇതെന്ന് പറയുന്നത് ഓസോൺ ഹോൾ എന്ന് പറയുന്നത്. ഓസോൺ എന്ന് പറയുന്നത്. ഈ ഓസോൺ ഹോള് എല്ലാ വർഷവും സ്പ്രിംഗ് ടൈമിൽ ഉണ്ടാകുന്നത് എവിടെയാണ്? അന്റാർട്ടിക്കയുടെ മേലെയാണ്. എല്ലാപ്പോഴും നമുക്ക് ചോദ്യമായിട്ട് വരാറുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആവാറുള്ള ഒരു കാര്യമാണ്. ഈ അടുത്ത് അതിൻ്റെ വലിപ്പം കുറഞ്ഞു തുടങ്ങിയെന്നൊക്കെ നമ്മൾ ന്യൂസ് കേൾക്കുന്നുണ്ട്. എന്തായാലും സന്തോഷം, വലിപ്പം കുറയട്ടെ. എന്തായാലും ആ ഓസോൺ ഹോൾ രൂപീകരിക്കപ്പെടുന്നത് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഒരു കാര്യം കൂടെ ഒപ്പം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓസോൺ ഡേ ആയിട്ട് അറിയപ്പെടുന്ന ദിവസം സെപ്റ്റംബർ 16 സെപ്റ്റംബർ 16 ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? ഓസോൺ ഡേ ആയിട്ട് അറിയപ്പെടുന്നു. എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഒരു കാര്യം കൂടെ, ഈ പിക്ചറിൽ, ഈ ചിത്രത്തിൽ ഡോപ്സൺ യൂണിറ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് എമൗണ്ട് ഓഫ് ഓസോൺ മെഷർ ചെയ്യാൻ, ഇതിൻ്റെ ഒരു തിക്നെസ് ഒക്കെ വെച്ചിട്ടുള്ള എന്തോ ഒരു പരിപാടിയാണ്. കൂടുതൽ ആഴങ്ങളിലേക്ക് ഞാൻ പോയില്ല. എന്തായാലും ഓസോണിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ NTPC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എടുത്ത് പറഞ്ഞത്. ഓസോൺ അളക്കാനുള്ള ഒരു യൂണിറ്റ് ആണ് ഏതെന്ന് ഓർത്ത് വെക്കുക? ഡോപ്സൺ യൂണിറ്റ് എന്നും ഓർത്ത് വെക്കുക. ഇനി ഓസോൺ ഹോൾ വരുന്നൊക്കെ നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. CFCയും റെഫ്രിജറൻസും പോലത്തെ സാധനമൊക്കെ വരുമ്പോൾ അതവിടെ റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഓസോൺ ഡിപ്ലീറ്റ് ആവുകയും അല്ലെങ്കിൽ ഈ ഓസോൺ വിഘടിക്കുകയും ആ ഓസോൺ ലെയറിന്റെ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യുകയും ചെയ്യുന്നത്? നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഓസോൺ ഹോൾ ഉണ്ടാവുന്നത് അന്റാർട്ടിക്കയിലാണ്. ഓസോൺ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് സെപ്റ്റംബർ 16 ഓസോൺ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഡോപ്സൺ യൂണിറ്റ് എന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോണ്ടിനെന്റ്സ് ആർ ദ 6 മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രീസ് ലൊക്കേറ്റഡ്? താഴെ തന്നിട്ടുള്ള ഏത് ഭൂഖണ്ഡത്തിലാണ് ലോകത്തിലെ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 6 രാജ്യങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും, കാരണം നമ്മൾ അവിടെയാണുള്ളത്. അത് ആഫ്രിക്കയിലോ സൗത്ത് അമേരിക്കയിലോ നോർത്ത് അമേരിക്കയിലോ അല്ല. എവിടെയാണുള്ളത്? ഏഷ്യയിലാണുള്ളത്. ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് അപ്രോക്സിമേറ്റ്ലി ലോകത്തിൻ്റെ 60% പോപ്പുലേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 60% പോപ്പുലേഷൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഏഷ്യയിലാണ്. എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക അല്ലേ. നമുക്കറിയാം ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളാണ് ആദ്യം ഉള്ളത്. ഇന്ത്യ ആദ്യമുണ്ട്, പിന്നെ ചൈനയുണ്ട്, പിന്നെ USA, ഇന്തോനേഷ്യ, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും മറിഞ്ഞും വരാം. എന്തായാലും ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം ഏത് തന്നെയാണ്? അല്ലെങ്കിൽ കോണ്ടിനെന്റ് ഏത് തന്നെയാണ്? നമ്മൾ തന്നെയാണ്, വിച്ച് ഈസ് ഏഷ്യ എന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് സ്റ്റേറ്റ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വൺസ് വാസ് റഷ്യൻ ലാൻഡ്? USA ഭാഗമായിട്ടുള്ള ഏത് ഭാഗമാണ് ഒരിക്കൽ റഷ്യക്കാരുടെ ആയിരുന്നെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. USA വാങ്ങുകയാണ് ഉണ്ടാവുന്നത് റഷ്യക്കാരുടെ കയ്യിൽ നിന്ന് വളരെ ചെറിയ പൈസയ്ക്ക്, 2 സെന്റ് പെർ ഏക്കറിൽ. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോലും അതിൽ കുറച്ച് വാങ്ങാൻ പറ്റും. അങ്ങനെ 2 സെന്റ് ഒരു ഏക്കറിന് കൊടുത്തിട്ട് 1867 റഷ്യയുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ അന്നത്തെ USSRന്റെ കയ്യിൽ നിന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വാങ്ങിച്ചെടുക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? അലാസ്ക എന്ന് പറയുന്നത്. ഭയങ്കരമായ ഓയിൽ ഡിപ്പോസിറ്റുകൾ, അതായത് ഇപ്പം ഈ നമ്മൾ പെട്രോളും ഡീസലും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും മാക്സിമം മിഡിൽ ഈസ്റ്റിൽ നിന്നല്ല നമുക്ക് വരുന്നത്. അങ്ങനെയല്ലാതെ ഭയങ്കരമായ ഓയിൽ ഡിപ്പോസിറ്റുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന അലാസ്ക എന്ന് പറയുന്നത്. സോ അലാസ്ക വാസ് ഓൺഡ് ബൈ റഷ്യ. പക്ഷെ അത് ആർക്ക് വിറ്റു? ചൂട് വിലയ്ക്ക് USAക്ക് വിറ്റു. അവർക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നുകൊണ്ട് വിൽക്കേണ്ടി വന്നതാണ്. അങ്ങനെ പൂർണ്ണ മനസ്സോടെ വിറ്റതൊന്നുമല്ല. പക്ഷെ അത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നായിട്ട് എന്ത് ചെയ്യുന്നതാണ്? അറിയപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന അലാസ്ക USSRൽ നിന്നും റഷ്യയിലേക്ക് കൊടുത്തത് എന്ന് പറയുന്നത്. സെറ്റല്ലേ? എന്നാ പിടിച്ചു അടുത്ത ചോദ്യം. ടു വിച്ച് കൺട്രി ഡസ് ദ ഫേമസ് സുലു ട്രൈബ് ബിലോങ്? എഗെയിൻ ഒരു ഔട്ട് ഓഫ് ദ ബ്ലൂ ക്വസ്റ്റ്യൻ ആണ്. അറിയില്ലെങ്കിൽ വിട്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകേണ്ടുന്ന ചോദ്യം തന്നെയാണ്. എന്തായാലും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ സുലു ട്രൈബ് എന്ന് പറയുന്നത് എവിടെ നിന്നുള്ളതാണെന്നുള്ളതാണ്. ഞാനിപ്പോൾ ചിത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിലി പറയാൻ പറ്റും. അത് പാകിസ്ഥാൻ അല്ല, ഇന്ത്യ അല്ല, ചൈനയല്ല. സുലു ട്രൈബ് എവിടെ നിന്നുള്ളതാണ്? സൗത്ത് ആഫ്രിക്കയിലെ ഒരു ട്രൈബാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന സുലു ട്രൈബ് എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇത് അവിടുത്തെ സൗത്ത് ആഫ്രിക്കയിലെ നല്ലോണം പോപ്പുലേഷനുള്ള ഒരു ട്രൈബാണ്, ഒരു ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന സുലു ട്രൈബ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ആഫ്രിക്കൻ കൺട്രി ലോഞ്ച്ഡ് ദ ഫസ്റ്റ് മലേറിയ വാക്സിൻ ടു ഇമ്മ്യൂണൈസ് ചിൽഡ്രൻ ഓൺ വേൾഡ് മലേറിയ ഡേ? ലോക മലേറിയ ദിനത്തിൽ
മലേറിയക്കെതിരെ വാക്സിൻ ലോഞ്ച് ചെയ്ത ആദ്യത്തെ ആഫ്രിക്കൻ കൺട്രി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ കൂടെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ എടുത്തിട്ടു എന്നുള്ളതേ ഉള്ളൂ. ആദ്യം അറിയേണ്ടുന്ന കാര്യം എന്നാണ് ലോക മലേറിയ ദിനം എന്നുള്ളതാണ്. ലോക മലേറിയ ദിനം എന്ന് പറയുന്നത് എന്നാണ്? ലോക മലേറിയ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 25 ലോക മലേറിയ ദിനം എന്നാണ് വരുന്നത്? ഏപ്രിൽ 25 വരുന്നത്. ഇതിൽ ഏത് രാജ്യമാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കെനിയയോ ഗാനയോ നൈറോബിയോ അല്ല. കൊടുത്ത രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? മാലാവി എന്ന് പറയുന്ന രാജ്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കാൻ എളുപ്പമായി. മലേറിയയുടെ ആദ്യത്തെ വാക്സിൻ കൊടുത്ത രാജ്യം ഏതാണ്? അത് മലേറിയ ആണെന്ന് എന്ത് ചെയ്യുക? സോറി, മലേറിയയുടെ ആദ്യത്തെ വാക്സിൻ കൊടുത്തത് മലേറിയ അല്ല, മലാവി ആണ് എന്ന് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഈ മലേറിയയെ പറ്റി പലപ്പോഴും ചോദ്യം വരാറുള്ള പല പല കാര്യങ്ങളുണ്ട്. നമുക്കറിയാം മാർഷ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ചതുപ്പിലൊക്കെ കൊതുക് മുട്ടയിട്ട് പരത്തുന്നതായതുകൊണ്ട് മാർഷ് ഫീവർ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ബ്ലാക്ക് വാട്ടർ ഫീവർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ NTPC തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. താഴെ തന്നിട്ടുള്ളതിൽ ഏത് അസുഖമാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുക എന്നുള്ളത്? ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗമാണ് ഇതെന്ന് പറയുന്നത് മലേറിയ എന്ന് പറയുന്നത്. പരത്തുന്ന കൊതുകിനെ നിങ്ങൾക്കറിയാം അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മലേറിയ എന്ത് ചെയ്യുന്നത്? പരത്തുന്നത് അല്ലെ? അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോ, അനോഫിലസ് കൊതുകാണ് എന്ത് ചെയ്യുന്നത്? മലേറിയ പരത്തുന്നത് നിങ്ങൾക്കറിയാം. ആൻഡ് സയൻസ് ആണ് എന്നിരിക്കലും ഞാൻ പറയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവയാണ് എന്തിന് കാരണമാവുന്നത്? ഈ പറയുന്ന മലേറിയയുടെ സ്പ്രെഡിന് കാരണമാവുന്നത്. മലേറിയ ഒരു ബാക്ടീരിയൽ ഡിസീസോ വൈറൽ ഡിസീസോ അല്ല, പ്ലാസ്മോഡിയം ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ക്വിനൈൻ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ 4 പോയിന്റും നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. വെറുതെ ഞാൻ പോയിന്റ് പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കില്ല. വന്ന ചോദ്യങ്ങളാണ് 99% ഞാൻ പറയുന്നത്. പിന്നെ വരാൻ സാധ്യതയുള്ള നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മലേറിയ വാക്സിൻ ആദ്യം ഷെയർ ചെയ്ത ആഫ്രിക്കൻ രാജ്യം മലാവി. മലേറിയ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ 25. മാർഷ് ഫീവർ എന്നും ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും അറിയപ്പെടുന്നത് മലേറിയ തന്നെയാണ്. ചതുപ്പ് രോഗം എന്നൊക്കെ അറിയപ്പെടാറുണ്ട് മലയാളത്തിൽ. അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോ ആണ് ഇത് പരത്തുന്നത്. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് ഇതിന് രോഗകാരിയായിട്ട് വരുന്നത്. ക്വിനൈൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഇതിന് മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യം ആണെങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ഓഫ് സൗത്ത് ആഫ്രിക്ക? സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റൽ ഏതാണെന്നുള്ളതാണ്. അത് കേപ്പ് ടൗണോ വായിക്കാൻ പറ്റാത്ത സ്ഥലമോ ഡർബനോ അല്ല. ഏതാണ്? പ്രിട്ടോറിയയാണ്. പ്രിട്ടോറിയയാണ് എന്തെന്ന് പറയുന്നത്? സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റൽ സിറ്റി പ്രിട്ടോറിയയാണ്. പലരും അത് കേപ്പ് ടൗൺ ആണ്, ജോഹന്നാസ്ബർഗ് ആണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. ജോഹന്നാസ്ബർഗ് അല്ല. ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സിറ്റിയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റൽ ഏതാണ്? പ്രിട്ടോറിയ തന്നെയാണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റൽ ഏതാണ്? പ്രിട്ടോറിയയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഫൗണ്ടഡ് ബൈ സർ സ്റ്റാംഫോർഡ് റാഫിൾസ്? സർ സ്റ്റാംഫോർഡ് റാഫിൾസ് എന്ന് പറയുന്ന ആള് സ്ഥാപിച്ചത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം സ്ഥാപിച്ചത് കുലാലംപൂറോ മുംബൈയോ ഹോങ്കോങ് അല്ല. സിംഗപ്പൂരിന്റെ പുറകിൽ സ്ഥാപിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാജ്യം സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിതാവ് എന്നൊക്കെ പറയാൻ പറ്റുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന സർ സ്റ്റാംഫോർഡ് റാഫിൾസ് എന്ന് പറയുന്നത്. സിംഗപ്പൂരിൻ്റെ ക്യാപിറ്റൽ ചോദിക്കാറുണ്ട്. സിംഗപ്പൂരിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സിംഗപ്പൂർ സിറ്റിയാണ്, അല്ലെങ്കിൽ സിംഗപ്പൂരിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ്? സർ സ്റ്റാംഫോർഡ് റാഫിൾസ് ആണെന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പോൾ സർ സ്റ്റാംഫോർഡ് റാഫിൾസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? സിംഗപ്പൂർ സ്ഥാപിച്ചിരിക്കുന്നത്. മക്കളെ അഗെയിൻ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് അയ്യോ ഇതൊക്കെ എങ്ങനെ ഞങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞില്ലേ വേൾഡ് ഫാക്ട്സ് ഈ ചോദ്യമൊന്നും നിങ്ങൾക്ക് നല്ല ആർക്കും അറിയില്ല. അപ്പോൾ ഇത് നമ്മൾ വന്നത് കണ്ടു, നമുക്ക് അറിയുന്ന ഒരു ചോദ്യമാണ്. ഒരു PYQ റിപ്പീറ്റേഷൻ ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലോട്ടറിയാണ്. അല്ലാത്തൊരു ചോദ്യമാണെങ്കിൽ ഇതങ്ങോട്ട് ഒഴിവാക്കിക്കുക, ഒരു കുഴപ്പമില്ല. ഞാൻ വീണ്ടും പറയണം, ഇതിന് വേണ്ടി വേൾഡ് ഫാക്ട്സ് കുത്തിയിരുന്ന് പഠിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് നോക്കാന്നല്ലാതെ മൊത്തം വേൾഡ് ഫാക്ട് പഠിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ PYQ നോക്കുക, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ ഉണ്ടെങ്കിൽ നോക്കുക. ആ ചോദ്യം തന്നെ റിപ്പീറ്റ് അടിച്ചാൽ അത് ലോട്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ചോദ്യം കണ്ടത് കണ്ടു, വായിച്ചത് വായിച്ചു, ആ പോയ സമയം പോയി, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? മനസ്സിൽ വെക്കണം. അടുത്ത ചോദ്യം. Which is the 6th largest country of the world in terms of area? ഏരിയയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ 6ാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമാണ്. അപ്പോൾ 7ാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇന്ത്യ എന്നുള്ളത്. ഇന്ത്യ ഫാക്ട്സ് എടുക്കുമ്പോൾ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. മുമ്പുള്ളതും പുറകിലുള്ളതും ആ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യാറുണ്ട്? ഞാൻ പറയാറുണ്ട്. സോ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, അത് ആദ്യത്തെ ഏരിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? റഷ്യയാണ് അല്ലേ? വേൾഡ് മാപ്പ് എടുത്ത് മേലോട്ടോ താഴോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിക്കഴിഞ്ഞാൽ റഷ്യ കാണാത്തൊരു സ്ഥലം ഉണ്ടാവില്ല എന്നാണ് തമാശയ്ക്ക് പറയുക. അത്രയും വലുതാണ് ഏതെന്ന് പറയുന്നത്? റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമൻ ആരാണ്? റഷ്യയാണ്. രണ്ടാമൻ ആരാണ്?
രണ്ടാമൻ കാനഡയാണ് അല്ലേ, ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം കാനഡയാണ്. മൂന്നാമൻ ആരാണ്? മൂന്നാമൻ ചൈനയാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ രാജ്യം. നാലാമൻ ആരാണ്? നാലാമൻ്റെ പേര് USA അല്ലെങ്കിൽ അമേരിക്ക എന്നാണ്. അഞ്ചാമൻ്റെ പേര് ബ്രസീൽ എന്നും ആറാമൻ്റെ പേര് ഓസ്ട്രേലിയ എന്നും വിച്ച് ഈസ് അവർ ആൻസർ എന്നും ഏഴാമൻ്റെ പേര് ഇന്ത്യ എന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇത് എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും ചോദിക്കാറുണ്ട്. ഓർക്കാൻ കോഡ് പറയാറുണ്ട് RCCABAI എന്ന് ഓർക്കാനാണ് ഞാൻ പറയാറുള്ളത്. RCC നമ്മൾ റീജിയണൽ ക്യാൻസർ സെൻ്ററിനൊക്കെ പറയുന്നതാണ്. സോ അങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചാൽ RCCABAI എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ RCCABAI എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഓർഡർ കറക്റ്റായിട്ട് എന്ത് ചെയ്യും? പറയാനായിട്ട് പറ്റും. അതിൽ പിന്നെ കൺഫ്യൂഷൻ വരരുത്. കാനഡ ചൈനയേക്കാൾ വലുതാണെന്ന് നമ്മൾ അറിയണം. അതുപോലെ തന്നെ ആദ്യത്തേത് അമേരിക്കയും പിന്നെ ഓസ്ട്രേലിയ ആണെന്ന് നമ്മൾ അറിയണം. അതിനും ഞാൻ ഓർക്കാനായിട്ട് പറയാറുണ്ട് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എന്ന് ഓർത്താൽ മതി ഞാൻ പറയാം. കാരണം റീസണിങ്ങിൽ നിങ്ങൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ചെയ്യില്ലേ? CA കഴിഞ്ഞിട്ടല്ലേ ഏത് വരുള്ളൂ? CH വരുള്ളൂ. അപ്പോൾ കാനഡ കഴിഞ്ഞിട്ടാണ് ആര്? ചൈന വരുന്നത്. താഴെയും സെയിം സാധനം വർക്ക് ചെയ്യും. അമേരിക്ക കഴിഞ്ഞിട്ടാണ് ഓസ്ട്രേലിയ. AM കഴിഞ്ഞിട്ടല്ലേ AU വരുള്ളൂ. സോ AM കഴിഞ്ഞ് AU വരണമെങ്കിൽ അതും ആൽഫബറ്റിക്കൽ ഓർഡറല്ലേ. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ RCCABAI എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നല്ലോണം ഇതൊന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ആറാമത്തെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഓസ്ട്രേലിയ ആണെന്നും ചിലപ്പോൾ തിരിച്ചും ചോദിക്കാറുണ്ട്. ഏരിയ അടിസ്ഥാനത്തിൽ എത്രാമത്തെ പൊസിഷനാണ് അല്ലെങ്കിൽ എത്രാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിക്കാറുണ്ട്. ഏഴാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് ഓർത്ത് വയ്ക്കുക. ആൻഡ് ഇന്ത്യ ഒക്യുപ്പൈ ചെയ്യുന്നത് 2.42% ഓഫ് ദ ലാൻഡ് ഏരിയ ആണ്. എഗെയിൻ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഇന്ത്യ ഒക്യുപ്പൈ ചെയ്യുന്നത് മൊത്തം ലോകം 100% അതിൽ ഇന്ത്യ ഒക്യുപ്പൈ ചെയ്യുന്ന എത്രയാണ്? 2.42% ആണ്. പക്ഷേ അപ്രോക്സിമേറ്റ്ലി മൊത്തം ലോക ജനതയുടെ 18% പോപ്പുലേഷൻ അപ്രോക്സിമേറ്റ്ലി ആണ്. വാല്യൂസ് മാറാം. അപ്രോക്സിമേറ്റ്ലി 18% പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 2.5% പോലും ഇല്ലാത്ത ഏരിയയിൽ 18% പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആറാമത്തെ രാജ്യം ഇന്ത്യക്ക് തൊട്ട് മുമ്പ് ഓസ്ട്രേലിയ. അതുപോലെ തന്നെ 2.42% നമ്മുടെ ലോകത്തിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് അതിൽ അപ്രോക്സിമേറ്റ്ലി 18% പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഏഴാമത്തെ രാജ്യമാണെന്നും എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. സെറ്റല്ലേ? സംശയമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഐലൻഡ് വേർ നെൽസൺ മണ്ടേല വാസ് ഇംപ്രിസൺഡ് ഫോർ 18 years ഓഫ് ഹിസ് ടോട്ടൽ 27 years ഓഫ് പ്രിസൺ ടെൻവർ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരുപാട് ദീർഘകാലത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന നെൽസൺ മണ്ടേല എന്ന് പറയുന്നത്. അതിൽ വലിയൊരു കാലയളവ് അവിടുത്തെ പ്രവർത്തനങ്ങൾ മൂലം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ജയിലിൽ കടന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഐലൻഡിലായിരുന്നു നെൽസൺ മണ്ടേല എന്ത് ചെയ്തത്? ജയിലിൽ കടന്നത് എന്നാണ് എന്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അത് ഗ്രീൻലാൻഡിലോ നൂക്കിലോ സൈപ്രസിലോ അല്ല. നെൽസൺ മണ്ടേല ജയിലിൽ കടന്നതിന് പ്രശസ്തമായ ഐലൻഡാണ് ഇതെന്ന് പറയുന്നത് റോബൻ ഐലൻഡ് എന്ന് പറയുന്നത്. ഇത് അപൂർവമായിട്ടേ ചോദിക്കാറുള്ളൂ, നെൽസൺ മണ്ടേല ജയിലിൽ കടന്ന ഐലൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ള രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതിനേക്കാൾ കൂടുതൽ ചോദിക്കുന്ന ഒരു പുസ്തകമാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് ഏതാളുടെ അല്ലെങ്കിൽ ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് എന്ന് എന്ത് ചെയ്യാറുണ്ട്? എപ്പോഴും ചോദിക്കാറുണ്ട്. ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് നെൽസൺ മണ്ടേലയുടെ ഓട്ടോബയോഗ്രഫിയാണെന്ന് ഓർത്തു വയ്ക്കുക മക്കളെ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത്രയും മട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? നെൽസൺ മണ്ടേല ജയിലിൽ കടന്നത് റോബൻ ഐലൻഡിലാണ്. സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് ലോങ് വാക്ക് ടു ഫ്രീഡം ആണ് എന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ശരിയല്ലേ? അടുത്തതിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. നെയിം ദ ഫസ്റ്റ് കൺട്രി ഓഫ് ദ USSR. USSRലെ ആദ്യത്തെ കൺട്രി ടു ഡിക്ലെയർ ഇറ്റ്സ് ഇൻഡിപെൻഡൻസ്. നമുക്കറിയാം USSR എന്ത് ചെയ്യുകയാണ്? തകർന്ന തരിപ്പണമായിട്ട് കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോവുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടായപ്പോൾ ഈ USSRൽ നിന്നും ഇന്ന് കാണുന്ന റഷ്യയിലേക്ക് പോകുന്ന പാതയിൽ ആദ്യമായിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ്. അത് ജോർജിയയോ മോൾഡോവയോ ഉക്രൈനോ അല്ല. അതേതാണ്? അത് ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യമാണ്. ലിത്വാനിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? USSRൽ നിന്ന് അല്ലെങ്കിൽ സോവിയറ്റ് റിപ്പബ്ലിക്കിൽ നിന്ന് ആദ്യമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഏതെന്ന് പറയുന്നത് രാജ്യം എന്ന് പറയുന്നത് 1990ലാണ് എന്ത് ചെയ്യുന്നത്? ഇത് സംഭവിക്കുന്നത്. സ്റ്റിൽ ഓർത്തിരിക്കുക, ലിത്വാനിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ USSRൽ നിന്നും ആദ്യമായിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രാജ്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. The dash region is responsible for 80% of Germany's total steel production. ജർമ്മനിയിലെ
80% സ്റ്റീൽ പ്രൊഡക്ഷനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജർമ്മനിയുടെ ഏരിയ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ടഫ് ക്വസ്റ്റ്യൻ ആണ്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെയാണ്. നമുക്കതിലൊന്നും ചെയ്യാനില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഈ ഭാഗത്ത് ഏതാണ് ജർമ്മനിയുടെ 80% സ്റ്റീൽ പ്രൊഡക്ഷന് കാരണമാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സ്റ്റഡ്ഗാർട്ടോ, ഹാനോവറോ, മ്യൂണിക്കോ അല്ല. അതിൻ്റെ പേരെന്താണ്? റൂഹ് എന്നാണ്. ഞാൻ അങ്ങനെ വായിക്കുന്നുണ്ട്. ജർമ്മനിൽ അങ്ങനെ ഒന്നല്ല വായിക്കാൻ എനിക്ക് 100% ഉറപ്പാണ്. എന്തായാലും RUHR എന്ന് പറയുന്ന ഈ ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് ലോകത്തിലെ 80%, ലോകത്തിലെ അല്ല, ജർമ്മനിയുടെ 80% ടോട്ടൽ സ്റ്റീൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം ഞാൻ എക്സ്ട്രാ കൂടെ പറഞ്ഞുതരാം. ആസ് ഓഫ് നൗ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ മാനുഫാക്ചറർ എന്ന് പറയുന്നത്, വേൾഡ്സ് ലാർജസ്റ്റ് സ്റ്റീൽ മാനുഫാക്ചറർ ആണ് ആരെന്ന് പറയുന്നത്? ജർമ്മനി എന്ന് പറയുന്നത്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എങ്ങാനും എന്ത് ചെയ്താം ചോദിച്ചാലും ചോദിക്കാം. മക്കളെ, ടഫ് ക്വസ്റ്റ്യൻ ആണ്. അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ കോൺഫിഡൻസ് ഡ്രോപ്പ് ചെയ്യാനോ, അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അയ്യോ ഞാൻ പഠിച്ചിട്ടില്ലെന്ന് ഒന്നും വിചാരിക്കേണ്ട. ഈ ചോദ്യമൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. ഇതൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്. ഈ ഒരു രീതിയിൽ PYക്ക് നോക്കി വെക്കുക. ഇനി വന്നാൽ അത് ലോട്ടറി ആയിട്ട് കണക്കാക്കുക എന്നുള്ളത് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഫീൽ വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും എന്ത് ചെയ്യുന്നത്, ഓർമ്മിക്കുന്നത്. ഇനി ഇത് വീണ്ടും ചോദിക്കുമോ എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം. ഇത് വീണ്ടും ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ RRB NTPCയിൽ തന്നെ ഈ ചോദ്യം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, റൂർ റീജിയൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ റീജിയൻ ഓഫ് എവിടത്തെയാണ്? അത് ഫ്രാൻസിൻ്റെയോ ഡെൻമാർക്കിൻ്റെയോ ഹംഗറിയുടെയോ അല്ല, ജർമ്മനിയുടെയാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പി. ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്ക് ആകെ അറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ റൂഹ് എന്ന് പറയുന്ന ജർമ്മനിയിലെ സ്റ്റീൽ പ്രൊഡക്ഷന് പേര് കേട്ട സ്ഥലമാണ്. തിരിച്ച് ചോദിച്ചേക്കുന്നത് കണ്ടോ, തലങ്ങും വിലങ്ങും മാറിയും മറിഞ്ഞും എന്നും SSC RRB ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പരിപാടി തന്നെയാണ്. അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ ഇനി പറഞ്ഞ സമയം കളയുന്നില്ല. റൂഹ് റീജിയൻ എവിടെയാണ്? ജർമ്മനിയിലാണ്. സ്റ്റീൽ പ്രൊഡക്ഷന് പേര് കേട്ടതാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, വിച്ച് സീ റൂട്ട് ഈസ് ദ ബിസിയസ്റ്റ് ഇൻ ദ വേൾഡ്? ഏതാണ് ലോകത്തിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള സീ റൂട്ട് എന്ന് ചോദിച്ചേക്കുന്നത്. കൂടുതൽ കഥ ഞാൻ പറയാൻ നിൽക്കുന്നില്ല. നോർത്ത് അറ്റ്ലാന്റിക് സീ റൂട്ടാണ് ഇതെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് സീ റൂട്ട് എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. നോർത്ത് അറ്റ്ലാന്റിക് സീ റൂട്ടാണ് ലോകത്തിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള സീ റൂട്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വേർ വിൽ യു ഫൈൻഡ് ദ ഫോർബിഡൻ സിറ്റി? ഇതൊരു സോബ്രിക്യൂട്ട് ആണ്, അല്ലെങ്കിൽ ഒരു വിളിപ്പേരാണ്. ഫോർബിഡൻ സിറ്റി നിങ്ങൾ എവിടെയാണ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അതറിയണമെന്നുണ്ടെങ്കിൽ ഏത് നഗരത്തിനെയാണ് നമ്മൾ ഫോർബിഡൻ സിറ്റി എന്ന് വിളിക്കുന്നതെന്ന് അറിയണം. ഫോർബിഡൻ സിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത് ബീജിങ്ങിനെയാണ്. ബീജിങ്ങിനെ നമ്മൾ ഫോർബിഡൻ സിറ്റി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ബീജിംഗ് ഉള്ളത് മ്യാൻമാറിലോ വിയറ്റ്നാമിലോ ഗ്രീസിലോ അല്ല, ബീജിംഗ് ഉള്ളത് ചൈനയിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫോർബിഡൻ സിറ്റി ഉള്ളത് എവിടെയായിരിക്കണം? ചൈനയിലായിരിക്കണം. അപ്പോൾ ഒരു പോയിന്റ് കൂടെ എക്സ്ട്രാ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ തൊട്ടുമുമ്പൊക്കെ വന്നതുപോലെ ഇനിയിപ്പോൾ അതായിരിക്കും ചോദിക്കുക. ബീജിംഗ് എന്നറിയപ്പെടുന്ന ഫോർബിഡൻ സിറ്റി എവിടെയാണ്, അല്ലെങ്കിൽ ഫോർബിഡൻ സിറ്റി ഉള്ളത് ഏത് രാജ്യത്തിലാണ്? അത് തന്നെയാണ് ഇപ്പോൾ ചോദിച്ചേക്കുന്നത്. അതുപോലെയൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫോർബിഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് ബീജിംഗ് ആണ്. അതുള്ളത് എവിടെയാണ്? ചൈനയിലാണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ചേട്ടല്ലേ, എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. അബിസീനിയ ഈസ് ദ ഓൾഡ് നെയിം ഓഫ് വിച്ച് കൺട്രി ഫ്രം ദ ഫോളോയിങ്? ഏത് രാജ്യത്തിൻ്റെ പഴയ പേരായിരുന്നു അബിസീനിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അബിസീനിയ എന്ന് പറയുന്നത് എത്തിയോപ്യയുടെ പഴയ പേരാണിതെന്ന് പറയുന്നത്. ഈ പറയുന്ന അബിസീനിയ എന്ന് പറയുന്നത് ഇറ്റലിയുടെയോ ജർമ്മനിയുടെയോ ജപ്പാൻ്റെയോ അല്ല, എത്തിയോപ്യ എന്നാണ്. ജപ്പാൻ അവിടെ ഉള്ളവർ വിളിക്കുന്നത് നിഹോൺ എന്നാണ്, അല്ലെ നിഹോണിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിപ്പോൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ഏതിൻ്റെയാണ്? ജപ്പാൻ്റെ പേരാണ്. അതേസമയം അബിസീനിയ എന്ന് വിളിപ്പേരുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അബിസീനിയ എന്ന് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നതാണ് ഇതെന്ന് പറയുന്നത് എത്തിയോപ്യ എന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. പതാക്ക ഈസ് ദ കറൻസി ഓഫ് വിച്ച് കൺട്രി? ഏത് രാജ്യത്തിന്റെ കറൻസിയാണ് പതാക്ക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പതാക്ക എന്ന് പറയുന്നത് ലാവോസിൻ്റെയോ മെക്സിക്കോയുടെയോ പനാമയുടെയോ കറൻസി അല്ല, മാക്കോയുടെ കറൻസിയാണ് ഇതെന്ന് പറയുന്നത് പതാക്ക എന്ന് പറയുന്നത്. എല്ലാ രാജ്യത്തിൻ്റെയും കൺട്രി ക്യാപിറ്റൽ കറൻസി പഠിക്കണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരാം. അത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു ബാങ്ക് എക്സാമിനൊക്കെ അതൊന്ന് നല്ലോണം ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ നമുക്ക് RRBക്ക് ആണെങ്കിലും SSCക്ക് ആണെങ്കിലും ഈ പറയുന്ന പോലെ കൺട്രി ക്യാപിറ്റൽ കറൻസി എന്ന് പറയുന്നത് പറ്റുമെങ്കിൽ ഞാൻ പഠിക്കാൻ എന്നേ പറയാറുള്ളൂ. കാരണം ക്യാപിറ്റലും കറൻസിയൊക്കെ നല്ലോണം എന്ത് ചെയ്യാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും പറഞ്ഞും ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക എന്നുള്ളത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഈ കൺട്രി ക്യാപിറ്റൽ കറൻസി പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും കറൻസിയും ക്യാപിറ്റലും കിട്ടിയില്ലെങ്കിൽ പോലും ആ പേരുകളും ആ കാര്യങ്ങളൊന്നും ഫെമിലിയറൈസ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ കാണുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ആൻസർ എന്നും ഇതല്ല നമ്മുടെ ആൻസർ എന്നും ഉറപ്പിക്കാൻ പറ്റുന്ന, അറ്റ്ലീസ്റ്റ് ഒരു എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലെങ്കിലും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ നമുക്ക് കിട്ടും. അതൊരു കൈൻഡ് ഓഫ് ഒരു സ്മാർട്ട് വർക്കാണ്. അത്രയെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെങ്കിലും എന്തായാലും ചെയ്യണം.
എല്ലാം വിഴുങ്ങുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് എനിക്കറിയാം. വിഴുങ്ങുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നവരുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്ന് എനിക്കറിയാം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ വിഴുങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഓപ്ഷനിൽ നിന്നും ആൻസർ പെറുക്കിയെടുക്കാനുള്ള ഒരു രീതിയിലെങ്കിലും എന്ത് ചെയ്യുക, കൺട്രി ക്യാപിറ്റൽ കറൻസി സെറ്റ് ചെയ്ത് വെക്കുക. സോ അങ്ങനെ നോക്കിയാൽ പതാക്ക എന്ന് പറയുന്നത് മാക്രോൻ്റെ കറൻസി ആണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം. ദ വിഡ്രോവൽ ഓഫ് UK അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം ഫ്രം ദ യൂറോപ്യൻ യൂണിയൻ ഈസ് റെഫേർഡ് ടു മോർ കോമൺലി ആസ്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള UKയുടെ വിഡ്രോവൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമുക്കറിയാം UK എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടനാണ്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് EUവിൽ നിന്ന് പിൻവലിഞ്ഞതിനെ അല്ലെങ്കിൽ മാറിയതിനെ നമ്മൾ വിളിക്കുന്നത് ബ്രിട്ടൻ സ്ട്രോങ്ങർ എന്നോ വോട്ട് ലീവ് എന്ന എക്സിറ്റ് എന്നല്ല, ബ്രിട്ടൻ എക്സിറ്റ് അടിച്ചു. സോ ബ്രെക്സിറ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് അല്ലേ. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടനിൻ്റെ വിടവാങ്ങലിനെ നമ്മൾ വിളിക്കുന്നത് ഏതാണ്, ബ്രെക്സിറ്റ് എന്നാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം. ദ കറൻസി ഓഫ് മലേഷ്യ. ഇത് കാണുമ്പോൾ എനിക്ക് സുരാജ് വെഞ്ഞാറമൂടെ ഏതോ സിനിമയിൽ ചെയ്ത ക്യാരക്ടറാണ് ഓർമ്മ വരുന്നത്. അതേതാ സിനിമ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും അവിടെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് റിങ്ങട്ട് ശശിന്നോ അങ്ങനെ എന്തോ ആണ് വരുന്നത്. മുപ്പൊരു മലേഷ്യയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് പെസോയോ ക്വാച്ചയോ യൂറോയോ അല്ല. മലേഷ്യയുടെ കറൻസി എന്ന് പറയുന്നത് ഏതാണ്, റിങ്ങറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. പെസോ എന്ന് പറയുന്നത് അർജന്റീനയുടെയും ചിലിയുടെയും ഒക്കെ കറൻസിയാണ്. പെസോ കുറേ സ്ഥലങ്ങളിലുണ്ട്, പക്ഷെ അർജന്റീനയുടെയും ചിലിയുടെയും ഒക്കെ കറൻസിയാണ് ഇതെന്ന് പറയുന്നത്. പെസോ എന്ന് പറയുന്നത് മലേഷ്യയുടെ കറൻസി എന്താണ്, മലേഷ്യയുടെ കറൻസി റിങ്ങറ്റ് ആണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. വേൾഡ് ഫാക്ട്സിലെ ഒരുവിധം മജോറിറ്റി ചോദ്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ PYക്ക് നോക്കുമ്പോഴൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇത് മുഴുവനായിട്ട് കണ്ടു തീർത്തെങ്കിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അത് നിങ്ങൾ താഴെ അറിയിക്കുക. ഒപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ പണി കൂടെ തരികയാണ്. ഇതുപോലെ വേൾഡ് ഫാക്റ്റിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചോദ്യം നമ്മുടെ ഗ്രൂപ്പിലോ ഇല്ലെങ്കിൽ താഴെ കമൻസിലോ എന്ത് ചെയ്യുക, ഒന്ന് പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്കും ബാക്കിയുള്ളവർക്കും എന്തായിരിക്കും, വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. ഇതിൻ്റെ PDF വേണമെന്നുള്ളവർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.